ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷൻ നേതാക്കൾക്കെതിരെ അവരുടെ ലൈംഗിക ചുവയുള്ള സംസാരത്തിൻ്റെയും അവരുടെ പെരുമാറ്റത്തിനുമെതിരെ നടിയും പ്രൊഡ്യൂസറുമായിട്ടുള്ള സാന്ദ്ര തോമസ് പർദ്ദയിട്ട് പ്രതിഷേധിച്ച വിഷയത്തെക്കുറിച്ചാണ്. എല്ലാവരെയും ഇൻഫിഡൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേറിട്ട മാർഗത്തിലൂടെ തൻ്റെ പോരാട്ടം തുടരുന്നതിനും പോരാട്ടം ശ്രദ്ധേയമായി നിർത്തുന്നതിനും സാന്ദ്ര തോമസിന് ആദ്യമായി അഭിനന്ദനം അറിയിക്കുകയാണ്. അവർക്ക് ഈ വിഷയത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള നിരുപാധികമായിട്ടുള്ള സപ്പോർട്ടും അറിയിക്കുകയാണ്. അപ്പോൾ ഈ വിഷയമായിട്ട് സാന്ദ്ര തോമസ് പർദ്ദയിട്ട് ഈ പ്രതിഷേധമായിട്ട് വന്നപ്പോൾ നമ്മുടെ മത നേതാക്കളും ഇസ്ലാമിസ്റ്റുകളും അവരുടെ സ്ഥിരം പണിയായിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് അവരുടെ സ്ഥിരം പണി? മതം കച്ചവടത്തിന് വന്നിരിക്കുകയാണ്. ഏത് ദുരന്തത്തെ പോലും അവർ മതം വിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകത ഈ പറഞ്ഞ വർഗത്തിന് ഉണ്ട്. അപ്പം മുമ്പും ഇതേപോലെ ഈ മതം വിൽക്കുന്ന പരിപാടി നടത്തിയിട്ടുള്ളത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പണ്ട് നമ്മളെ MM അക്ബർ ഈ നമ്മുടെ അന്തർവാഹിനി ജെയിംസ് കാമറൂണൊക്കെ പണ്ട് പോയിരുന്ന ഒരു അന്തർവാഹിനി കടലടിയിൽ ഇംപ്ലോഡ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ MM അക്ബർ സാഹിബിൻ്റെ ടീമൊക്കെ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് പണ്ട് ജബ്ബാർ മാഷുമായിട്ടുള്ള സംവാദത്തിൻ്റെ വിഷയമായിട്ടുള്ള ആഴക്കടലിലെ ഇരുട്ട് തപ്പാൻ വേണ്ടിയിട്ട് ആ ദുരന്തത്തെ പോലും ഇവരുടെ മതം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ അബ്ദുള്ള ബാസിൽ സാഹിബ് ഡീറ്റെയിൽ ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആഘോഷമാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മളെ മുബാറക്ക് റാവുത്തർ നിമിഷ പ്രിയ കേസിൽ വധശിക്ഷ മാറ്റാൻ വേണ്ടിയിട്ട് പല ആളുകളും ഇടപെട്ട സമയത്ത് അതിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പോയിട്ടുള്ള ആളാണ് ഈ മുബാറക്ക് റാവുത്തർ. എല്ലാവരും TV ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇദ്ദേഹം വന്നിട്ട് മെഴുകി പോയത് ആ മുബാറക്ക് റാവുത്തർ ആഘോഷമായിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ വഹാബ് സക്കാഫി സാഹിബും ഇതിനെ ആഘോഷമാക്കി ഭയങ്കര സംഭവമാണെന്ന് രീതിയിൽ അവതരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. വഹാബ് സക്കാഫി ഹിജാബ് ഇട്ട ഫോട്ടോൻ്റെ മുകളിൽ റെഡ് കളറിലുള്ള നിക്കാബും കൂടെ ഇട്ടിട്ടാണ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഈ വിഷയത്തിൽ നമ്മളെ ഓട്ടോ ഡിഡാക്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറച്ച് പ്രതികരണങ്ങൾ കുറിപ്പായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ കൂടെ ഈ പ്രസൻറ്റേഷനിൽ അവതരിപ്പിക്കുന്നതാണ്. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പോസ്റ്റുകളിലൊക്കെ അവരുടെ മതം വിൽക്കുന്ന ആ കോൺസെൻട്രേഷൻ, അതിലുള്ള ഒരു താല്പര്യത്തിന് അപ്പുറം ഈ പറഞ്ഞ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനോ അതിൻ്റെ കൂടെ നിൽക്കാനോ ഈ പറഞ്ഞ ആളുകളൊന്നും അങ്ങനെ ശ്രമിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? സ്വാഭാവികമായിട്ട് അവരുടെ സ്വഭാവം അതാണ്. കാരണം സ്ത്രീകൾ പൊതുസ്ഥലത്തേക്ക് വരേണ്ടവരല്ലല്ലോ, പ്രത്യേകിച്ച് സിനിമാ മേഖലകളിൽ പോലും. മനസ്സിലായല്ലേ? പിന്നെ സ്ത്രീകൾ മാന്യമായിട്ട് വസ്ത്രം ധരിക്കാത്തത് കൊണ്ടാണ് പീഡനങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ ഇവരൊക്കെ. അത് നമ്മൾ നിർഭയയുടെ കേസിൽ പോലും ആ അതിജീവിതയ്ക്ക് പോലും വീണ്ടും സ്വഭാവഹത്യ നടത്തി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോലും പറഞ്ഞിട്ടുണ്ട്. അവരുടെ വസ്ത്രവും അവരുടെ പുറത്തിറങ്ങി നടക്കുന്ന സമയവും അതിനെക്കുറിച്ചൊക്കെ. ഈ ആളുകളിൽ നിന്ന് ധാർമ്മികത ഇതിലപ്പുറം ഉണ്ടാവും നമുക്ക് വലിയ പ്രതീക്ഷ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കുന്നത് തന്നെ അത് വലിയ അത്ഭുതമായിരിക്കും. നമ്മളൊരു മഅ്ജിസത്തായിട്ട് കാണാവുന്നതാണ് അങ്ങനെ വലിയ ധാർമ്മികമായിട്ട് ഈ ആളുകൾ പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ. അതായത് ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇരയുടെ വസ്ത്രമാണ് ഇവരുടെ മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ വിഷയത്തിൽ പോലും അവരെടുത്തിട്ടുള്ള സാധനം അവിടെ പുരുഷാധിപത്യ സമൂഹത്തിൽ ആ വേട്ടക്കാരൻ, അതിലാരാണോ ഈ പറഞ്ഞ കുറ്റം ചെയ്യുന്നവർ, അവർക്കെതിരെ പ്രതികരിക്കാനും അവരെ ഈ പറഞ്ഞ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനെക്കുറിച്ചൊന്നുമല്ല കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ ചെയ്യേണ്ടി വരുന്നത്. ശരിക്കും ഇത് പറയുകയാണെങ്കിൽ ഇരകളുടെ വസ്ത്രമാണ് പ്രശ്നമെങ്കിൽ
ഇവിടെ മദ്രസയിലെ പോകുന്ന ആൺകുട്ടികൾക്കും കൂടെ പർദ്ദ ഇട്ട് കൊടുക്കേണ്ട ഒരവസ്ഥയുണ്ട്. അത് പലപ്പോഴും ഇവർ ശ്രദ്ധിക്കാറില്ല. കാരണം മദ്രസകളിൽ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ആൺകുട്ടികളാണ്. അപ്പോൾ അവർക്കും കൂടെ ഒരു പർദ്ദ വാങ്ങിക്കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ നാട്ടിലുണ്ട്. ഈ ദർസുകളിലൊക്കെ നടക്കുന്ന പീഡനത്തിൻ്റെ കണക്ക് അവിടുത്തെ ഉസ്താദുമാരും അതേപോലെ അവിടുത്തെ സീനിയർ വിദ്യാർത്ഥികളും ഈവൻ നാട്ടുകാർ പോലും ഇതുപോലുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്ന, ആൺകുട്ടികളെ പീഡിപ്പിക്കുന്ന അവസ്ഥയുണ്ട്. നമ്മൾ മുമ്പ് റഹ്ഷാനൊക്കെ അവർ പഠിച്ച ദർസുകളിൽ ഈ പറഞ്ഞ വിഷയം കണ്ടതായിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരകളല്ല, വേട്ടക്കാർ തന്നെയാണ് മാറേണ്ടത്, അവർ തന്നെയാണ് വിമർശിക്കപ്പെടേണ്ടത്, അവർ തന്നെയാണ് ശിക്ഷിക്കപ്പെടേണ്ടത് എന്ന ബോധം ഈ പറഞ്ഞ മനുഷ്യർക്ക് എപ്പോഴാണ് വരിക എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. എപ്പോഴും ഇരകളുടെ പ്രശ്നമായിട്ടാണ് ഈ പറഞ്ഞ വിഷയത്തിലൊക്കെ അവതരിപ്പിക്കുന്നത്. ഈ വസ്ത്രത്തിൻ്റെ കേസ് എപ്പോഴും എടുത്തുകൊണ്ടുവരുന്ന ഈ മതവ്യാളികൾ ആ പറഞ്ഞ ഇരകൾക്കെതിരെയാണ് ഈ അക്രമം, ഈ പറഞ്ഞ വെർബൽ അബ്യൂസ്. അതവർ അബ്യൂസായിട്ട് ആണോ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വേറൊരു രീതിയിലാണ് പറയുക. നമുക്ക് കേൾക്കുമ്പോൾ അതൊരു അബ്യൂസായിട്ട് തോന്നാറില്ല പലപ്പോഴും. കാരണം അതൊരു വെർബൽ അബ്യൂസാണ്, വിക്ടിം ഷെയ്മിങ് ആണ് പലപ്പോഴും നടത്തുക. ഈ പറഞ്ഞ സാന്ദ്ര തോമസിൻ്റെ കേസിൽ പോലും അവർ ആ വസ്ത്രം എടുക്കുന്നതിന് അതിൻ്റെ സമരമാർഗമായിട്ട് അങ്ങനെ സ്വീകരിച്ചപ്പോഴും അതല്ലെങ്കിൽ ഈ പുരുഷന്മാർ ഇങ്ങനെ ചെയ്യും, ആ പുരുഷന്മാർക്കെതിരെയാണ് സംസാരിക്കേണ്ടത്, അവർക്കെതിരെയാണ് പ്രതിഷേധം, ആ പ്രതിഷേധമാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടതെന്നുള്ള ബോധമൊന്നും ഇപ്പോഴും ഈ പറഞ്ഞ ആളുകൾക്ക് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഇതുപോലുള്ള അബ്ദുള്ള ബാസിലിനെ പോലുള്ള ആളുകളുടെ പോസ്റ്റുകൾ നമ്മളെ വഹാബ് സക്കാഫി, മുബാറക് റാവുത്തർ എന്ന കുത്തിത്തിരിപ്പുകാരനെ പോലെയുള്ള ആളുകളൊക്കെ അത് ആഘോഷിക്കുന്നതാണ്. പലപ്പോഴും സമൂഹത്തിൽ ശക്തരായിട്ടുള്ള ആളുകൾക്കെതിരെ പ്രതികരിക്കാൻ, ഇതുപോലുള്ള കേസുകളിൽ പ്രതികരിക്കാൻ പലരും മടിക്കാറുണ്ട്. അതിന് വിവാദമായിട്ടുള്ള ഒരാളാണ് പല കാര്യത്തിലുള്ള പോലെ സഖാവ് VS അച്യുതാനന്ദൻ. അതും ഈ വിഷയത്തിലൊക്കെ വളരെ തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു ആളാണ്. അത് ഈ പറഞ്ഞ സ്ത്രീ പീഡകരെ കയ്യാമം വെച്ച് നടത്തിക്കും എന്ന് പറഞ്ഞ VSൻ്റെ ഇക്കാര്യത്തിൽ നല്ലൊരു മാതൃക ഉള്ള ഒരാളാണ്. സൂര്യനെല്ലി കേസിലൊക്കെ അങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. സൂര്യനെല്ലി പെൺകുട്ടി എന്നറിയപ്പെടുന്ന അതിജീവിതയ്ക്ക് തണലായി നിൽക്കുന്നവരിലൊരാളായ സുജ സൂസൻ ജോർജ് എഴുതിയ ഒരു അനുഭവക്കുറിപ്പ് ഇവിടെ പറയാം. VS പ്രതിപക്ഷ നേതാവായിരുന്ന കാലം. ഒരു ദിവസം അവർ VSനിൽ നിന്ന് ഒരു കോൾ വന്നു. അദ്ദേഹത്തിന് അവരെ നേരിട്ട് കണ്ട് സൂര്യനെല്ലി കേസിനെ കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടനാട് പാർട്ടി ഓഫീസിൽ വെച്ച് അദ്ദേഹത്തെ കണ്ട് ദീർഘമായി സംസാരിച്ചു. അതിനടുത്തുള്ള ആഴ്ച VS ചങ്ങനാശ്ശേരിയിൽ അവരുടെ വീട് സന്ദർശിച്ചു. അടച്ചിട്ട മുറിയിലിരുന്ന് മാതാപിതാക്കൾക്കൊപ്പം അവളോടും സംസാരിച്ചു. ഇതിന് സാക്ഷിയായി പുറത്തു നിൽക്കുന്നത് അവർ മാത്രം. VS ബാഗ് തുറന്ന് 1,00,000 രൂപ എടുത്ത് അവരുടെ പപ്പയുടെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം അത് വാങ്ങാൻ മടിച്ചു. അവരെ പതുക്കെ മന്ത്രിക്കും പോലെ VS പറഞ്ഞു, ഇത് അവളുടെ മുത്തശ്ശൻ തരുന്നതാണ്, വാങ്ങിക്കോളൂ, ഇതെൻ്റെ പെൻഷൻ കാശ് സൂക്ഷിച്ചു വെച്ചതാണ്. ഈ സംഭവം സുജ സൂസൻ ജോർജ് എഴുതിയ അനുഭവക്കുറിപ്പിൽ നിന്നാണെന്ന് പറഞ്ഞു. ഈ സംഭവം എന്തിനാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്? അതായത് ഈ മതജീവിയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം പറയാനാണ്, ആ ഒരു ഡിഫറൻസ് അത് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞത്. മരിച്ചു ചെന്ന് സ്വർഗത്തിൽ ചെന്നിട്ട് അവിടെ ഹൂറികളെയും കള്ളും കുടിക്കാൻ വേണ്ടിയിട്ട് മതജീവികൾ ചെയ്യുന്ന പോലെയല്ല ഈ VS ചെയ്തിട്ടുള്ള പ്രവൃത്തി. കാരണം അദ്ദേഹത്തിന് ഈ ദൈവവും മതവും ഒന്നുമില്ലല്ലോ. ഇതൊക്കെ വളരെ നിസ്വാർത്ഥമായിട്ടുള്ള ഇതുപോലുള്ള പ്രവൃത്തികൾ ഈ പറഞ്ഞ ചെയ്യുന്ന ആളുകളെ ഇവിടെ പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ മതജീവികൾക്ക് ഈ പറഞ്ഞ പ്രതിഫലമില്ലാണ്ട് ഒരു സാധനവും ചെയ്യാൻ പറ്റില്ല. ഇവരിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഇതുപോലെ അവരുടെ മതം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ മത നേതാക്കൾ ഉപയോഗിക്കാറ്. അവരുടെ ഇപ്പോൾ VS ഒക്കെ ചെയ്തത് സ്വന്തം പെൻഷൻ കാശ് എടുത്തിട്ടാണ് എടുത്തു കൊടുക്കുന്നത്. സ്വന്തം അധ്വാനിച്ചൊരു കാശ് ഇതുപോലുള്ള വിഷയത്തിൽ ഈ മത നേതാക്കൾ ചിലവാക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ സാധാരണ മതവിശ്വാസികളെ പറ്റിച്ചിട്ട് അവരുടെ പൈസ തട്ടിയെടുക്കുക എന്നല്ലാതെ അധ്വാനിച്ച് ജീവിക്കുന്ന ശീലം ഈ മത നേതാക്കൾക്കും ഈ മതം ഉണ്ടാക്കിയ
അങ്ങേർക്ക് പോലും ഇല്ല. ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് VS കുറിച്ചിട്ടുള്ള മറ്റൊരാളെ എഴുതിയ ഇവിടെ കുറിപ്പ് ഇവിടെ വായിച്ചിട്ടുള്ളത്. ഇതൊക്കെ മതം വയ്ക്കുമ്പോൾ ചെയ്യുന്ന ചില പരിപാടികളുണ്ട്. അതിൽ 1-2 സാധനങ്ങൾ ഇവിടെ കേൾപ്പിക്കുക. നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി നിങ്ങൾ സ്വർണം തരൂ എന്ന് പറഞ്ഞിട്ട് സംഘത്തിൽ നിന്ന് കേട്ട് നോക്കാം. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നുകൊണ്ടും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ടേ അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയില്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കാം. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ? വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അയച്ചു തരിക. എങ്ങനെയുണ്ട്? സ്വർണം വേണമോ സ്വർഗം വേണമോ? കൂടുതൽ പൈസ തരാനുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് കാണാം. ഇതാണ് ഇവരുടെ ഒരു സഹായ മനസ്കത. നാട്ടുകാരെ എന്ത് ചെയ്യുക? ഒരു അന്ധവിശ്വാസം പറഞ്ഞ് പറ്റിക്കുക, നിങ്ങളുടെ അതിൻ്റെ പേരിൽ പിരിവ് നടത്തുക. നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ സ്വർഗവും നരകവും നരകത്തിലെ ഭീകരതയോ ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ആ ആൾക്കാരുടെ പൈസ തട്ടിയെടുക്കുക. ഇത് നവോത്ഥാന പ്രസ്ഥാനത്തിലെ മുജാഹിദ് ബാലുശ്ശേരിയാണ്. എന്നിട്ട് ഈ മുജാഹിദ് ബാലുശ്ശേരിനെ എന്ത് പറയും? മറ്റേ ടീം ഖുറാഫികൾ, അതായത് AP സുന്നിക്കാട് മുടിവെള്ളം വെക്കുന്ന ടീം വേറെ ഉണ്ട്. ഒരു പിരിവ് നടത്താറുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. അവരെ കുറ്റം പറയും. എങ്ങനെ പറയുക? അവർ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ സലാത്ത് നഗറിൽ എത്ര ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു? 62 ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു. ചാക്കിൽ കെട്ടിയിട്ടാണ് 1000ന്റെ നോട്ട് ലോറി കയറ്റി കൊണ്ടത്. ചാക്കിൽ കെട്ടിയിട്ട് ഇത് മൂപ്പര് പറയുകയും ചെയ്യും. ഇതാണ് ഈ അബ്ദുള്ള അബ്ബാസിൻ്റെ നേതാവാണ്. ഇങ്ങനെയാണ് ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യുക. നേരത്തെ VS കഥ പറയുമ്പോൾ സ്വന്തം അധ്വാനത്തിൻ്റെ കാശെടുത്തിട്ടാണ് ആളുകളെ സഹായിക്കാൻ ഉപയോഗിക്കുന്നത്. നാട്ടുകാരെ അന്ധവിശ്വാസം പഠിപ്പിച്ചിട്ട് അവിടെ എന്തോ സാധനം തരാമെന്നും പറഞ്ഞിട്ട് പറ്റിച്ചിട്ടല്ല. എന്നിട്ട് ഇയാൾ തന്നെ വേറെ രീതിയിൽ ചോദിക്കുകയും ചെയ്യും. അതും കേട്ട് നോക്കിയുണ്ട്. പ്രസ്ഥാനം നിങ്ങൾക്ക് ഗിഫ്റ്റ് ഗോഡ്. അള്ളാന്റെ സമ്മാനമാണ് KNM. പടച്ചോന്റെ സമ്മാനമാണ് ISM. പടച്ചോന്റെ സമ്മാനമാണ് MSM. പടച്ചോന്റെ സമ്മാനമാണ് നിങ്ങൾക്ക്. ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഉണ്ടോ? ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? കേട്ടോ? ഈ സാധനം ഇയാൾ ചോദിക്കുമോ? അപ്പോൾ നമ്മൾ എന്ന് നമ്മൾ ചോദിച്ചു അല്ലേ? സ്വാഭാവികമായിട്ട് ചോദിച്ചു. നമ്മൾ പൈസ പിരിച്ചാ? അള്ളാൻ്റെ സമ്മാനമാണ് ISM, MSM, KNM എന്നൊക്കെ പറയും. ഇപ്പോൾ KNM, ISM അള്ളാൻ്റെ സമ്മാനം എല്ലാം കൂടെ 10 കഷ്ണമായിട്ടുണ്ട്. അത് വേറെ കേസ്. അതിൽ വിസ്ഡം ഇല്ലാത്ത ഗ്രൂപ്പും ജിന്നൂരി, മലബാരി എല്ലാ സാധനവും ഉണ്ട്. മനസ്സിലായില്ലേ? അതാണ് അള്ളാൻ്റെ സമ്മാനം. അള്ളാൻ്റെ ഒരു സമ്മാനത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളൊരവസ്ഥ. ഇത് പണ്ട് മുമ്പ് എല്ലാവരും കൂടെ ഒന്നിച്ചുള്ളപ്പോൾ തള്ളാണ്. പൈസ വാങ്ങൂല എന്ന് പറഞ്ഞ KNMമാർ തന്നെയാണ് വേറെ സ്ഥലത്ത് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഇതും ഈ മുജാഹിദ് ഈ ടീം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മുജാഹിദിൻ്റെ മാത്രമല്ല പറയണത്. ഇപ്പോൾ ഞാനിപ്പോൾ പ്ലേ ചെയ്ത വീഡിയോ മുജാഹിദ് ടീമിൻ്റെ ആണ് എന്നേ ഉള്ളൂ. സ്വർഗം കൊടുക്കുക വല്ല ഗ്യാരണ്ടി ഉണ്ടോ? അങ്ങനെ ഒരു സാധനം ഉണ്ടോ ഇല്ലേ? ഇതൊന്നുമല്ല. ഈ മനുഷ്യന്മാരെ പറ്റിച്ചിട്ട് ആ പൈസയും വെച്ചിട്ട് അതിൽ കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കും. എന്നിട്ട് ഈ മനുഷ്യന്മാരിങ്ങനെ ഇത്തിൽക്കണ്ണിയായിട്ട് ജീവിച്ചു പോവുക. ഈ സാധനം വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ മനുഷ്യന്മാരെ മൊത്തം പറ്റിച്ചുകൊണ്ട് എടുക്കുന്നത്. ഈ ഒരു അന്ധവിശ്വാസം വിറ്റിട്ട് അതൊന്ന് ജീവിക്കുക, ഒരു പരാത ജീവിയായിട്ട്. ഈ വിമർശനം കേൾക്കുമ്പോൾ സാധാരണക്കാരനായിട്ടുള്ള വിശ്വാസികൾ വിചാരിക്കും ഇതൊക്കെ ഈ മൊയ്ലിയന്മാർ പറ്റിക്കാൻ വേണ്ടിയിട്ട് മതത്തിന് ഉപയോഗിക്കുകയാണോ എന്ന്, അല്ലേ? അപ്പോൾ അതിനും നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി സാഹിബിന് വിശദീകരണമുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. ക്ലിപ്പിംഗ് ഇട്ട് വരും ഇങ്ങനെ തെറ്റിദ്ധരിപ്പെടുത്ത യുവാക്കളൊക്കെ അവരുടെ കയ്യിലൊക്കെ ഉണ്ടാവും ഒരു ക്ലിപ്പിംഗ്. സ്വർണം വേണോ സ്വർഗം വേണോ? കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. AP ഉസ്താദുമാർ ഇങ്ങനെ അയച്ചു കൊടുക്കുക. ബാലുശ്ശേരി പറയണട്ടോ, സ്വർണം കൊടുത്താൽ മൂപ്പര് സ്വർഗം കൊടുക്കൂന്ന് പറഞ്ഞിട്ട് ആ ക്ലിപ്പിംഗ് പോലുമില്ല. അങ്ങനെ അതാണ് രസം. ആ ക്ലിപ്പിംഗ് പൂർണ്ണമായിട്ട് കേൾക്കും, അതുമില്ല. എന്താ ക്ലിപ്പിംഗ് മക്കളെ? നിങ്ങളെ കേസറ്റിന് അപ്പുറപ്പുറം കേട്ട ഞെട്ടിപ്പോ. എന്താ സംഭവം എന്നറിയോ? നിങ്ങൾ കേട്ടോളൂ. നിങ്ങളുടെ ഉസ്താദുമാരുടെ ഒരു കള്ളത്തരത്തിന്റെ കണക്കെന്താ? എന്താ പറഞ്ഞേ? സ്വർഗം വേണോ സ്വർണം വേണോ എന്ന് ഞാൻ ചോദിച്ചത്.
ഞാൻ ചോദിച്ചിട്ടില്ല എന്താ സംഭവം. നിങ്ങൾ കേൾക്കേണ്ട എന്താണ്? സ്വർണം വേണോ സ്വർഗം വേണോ എന്നുള്ളത് മാത്രമാണ് കേൾപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നതറിയോ, മുജാഹിദ് ബാലുശ്ശേരിക്ക് സ്വർണം കൊടുത്താല് മൂപ്പര് സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഉസ്താദിന് നട്ടല്ലില്ലട്ടോ. അത് ഞാൻ ആദ്യം പറഞ്ഞത്. അത് ഉണ്ടാണോ? അതുള്ള ആൺകുട്ടികൾ നിങ്ങൾ മുജാഹിദുകളിൽ കാണുന്നുണ്ട്. അപ്പുറം ഇപ്പുറം ഒന്ന് ഇടാൻ പറയൂ നിങ്ങൾ ഉസ്താദിനോട്. നിങ്ങൾ ആ ഇടുന്ന ക്ലിപ്പിങ്ങിന്റെ അപ്പുറം 1 മിനിറ്റ് ഇപ്പുറം 1 മിനിറ്റ്. ഞാൻ പറയും നിങ്ങൾ തല്ലിക്കൊല്ലേ അയാളെ. ഇഞ്ചാതി കള്ളനാ മുസ്ലിയാരേത്. എന്താ അവിടെ പറയുന്നത് എനിക്ക് കേട്ടോളിട്ടോ മക്കളെ, നിങ്ങളൊന്ന് കേട്ടോളി. എറണാകുളത്തെ ഈദ്ഗാഹിലും സാൽവേഷന്റെ ഗൾഫ് രാജ്യത്തെ കലക്ഷനിലും നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ അവസാന ഭാഗം അത്. എന്താ സംഭവം നിങ്ങൾ കേട്ടോളിട്ടോ. ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാൻ. ഏതാ ഹദീസ്? അത് നിങ്ങൾ പഠിച്ചോളൂ. ഈദ്ഗാഹില് പെരുന്നാൾ ദിവസം റസൂൽ നടത്തിയ ഒരു സംഭവ പറയുന്നത്. എന്ത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളോട് പ്രത്യേകമായി സദക്ക ചെയ്യാൻ കൽപ്പിച്ചു. സദക്ക ചെയ്യാൻ നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചു. ഈ സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ ഭാര്യ, പഠിച്ചോളി നിങ്ങൾ ഉസ്താദുമാരുടെ കള്ളം പറയാത്ത ഉസ്താദുമാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ ഭാര്യ വീട്ടിലേക്ക് പോയി സ്വർണ്ണം എടുത്ത് കൊണ്ടുവന്ന് ദാനം ചെയ്യാൻ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിച്ചത് എങ്ങോട്ടാണ്? എനിക്ക് സ്വർഗം കിട്ടാനാ ഞാനത് ദാനം ചെയ്യുന്നത്. റസൂല് പറഞ്ഞില്ലേ സ്വർണം ദാനം ചെയ്യാൻ? സൂറത്ത് ആൽ ഇംറാനിൽ പറയുന്നുണ്ട്, സ്വർണം കെട്ടിപ്പൂട്ടി വെച്ചവർ അവരുടെ മുഖത്ത് ചൂട് വെക്കപ്പെടും നരകത്തിൽ നിന്ന് ഈ സ്വർണം കൊണ്ട്. എന്നിട്ട് ഇതൊക്കെ വിശദീകരിച്ചിട്ട് പറയാ എന്ത്? സ്ത്രീകളെ എത്രത്തോളം ആ വിഷയം ഉണ്ടെന്നറിയോ? അതൊക്കെ കേട്ടാ നിങ്ങൾ ഞെട്ടിപ്പോവും. ഉസ്താദുമാർ അള്ളാനെ പേടിക്കുന്നില്ല കൂട്ടരെ. അതിലെന്താ? പെണ്ണുങ്ങളെ, നിങ്ങൾ വെച്ച പല്ല് പോലും നിങ്ങൾ മരിച്ചാ അയച്ചെടുക്കും. നിങ്ങൾ കെട്ടിപ്പൂട്ടി കൊടുക്കാതെ അള്ളാന്റെ മാർഗത്തിൽ ദാനം ചെയ്യാതെ വെച്ച മുഴുവൻ സ്വർണവും നിങ്ങൾ മരിച്ചാ ബാക്കിയുള്ളവർ അനന്തരെടുക്കൂ. നേരെ മറിച്ച് നിങ്ങളെ കയ്യിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ ആ സ്വർണം പടച്ചോന്റെ മാർഗത്തിൽ ദാനം ചെയ്ത നിങ്ങൾക്ക് സ്വർഗം കിട്ടും. എന്നിട്ട് ചോദിക്കാണ് സ്വർഗം വേണോ സ്വർണം വേണോ? ഞാൻ സ്വർഗം കൊടുക്കാൻ നല്ല കൂട്ടരെ. ഈ സ്വർണ്ണം അള്ളാന്റെ മാർഗത്തിൽ ദാനം ചെയ്ത് നിങ്ങൾക്ക് സ്വർഗം കിട്ടും. നിങ്ങൾക്ക് സ്വർണം മതിയോ? ആ സ്വർണ്ണം ഇങ്ങനെ കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ച് മരിച്ച് അത് ബാക്കിയുള്ളവർ അനന്തരെടുത്ത് നരകത്തിലാണോ കൊണ്ടത്? നിങ്ങളെ സ്വർണ്ണം റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് സ്വർഗമാണോ ഉള്ളത്? അത് ചോദിച്ചിട്ടാണ് നിങ്ങളെ തൊലിക്കട്ടിയുള്ള മുസ്ലിയാക്കന്മാരുടെ ചോദ്യം. എന്ത്? ഞാന് സ്വർണം തന്നാ സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞു. ബാലുശ്ശേരി സാഹിബ് ഇപ്പം എന്താ പറഞ്ഞത്? ഇത് അള്ളാൻ്റെ റസൂല് പണ്ട് നടത്തിയ പരിപാടിയാണ്. ഏത്? പെണ്ണുങ്ങളെ നിങ്ങൾ അത് ആ വലിയ ഹദീസാണ്. ആ ഹദീസിൽ പിന്നെ പെരുന്നാളിൻ്റെ അന്ന് വന്ന് പറഞ്ഞ ഹദീസിൽ പെണ്ണുങ്ങൾക്ക് പകുതി ബുദ്ധിയുള്ളെന്നും പോലും പറഞ്ഞിട്ടുള്ള ഹദീസാട്ടോ. നിങ്ങൾ നരകത്തിൽ നിങ്ങൾ കൂടുതലുണ്ട്, അപ്പോൾ നിങ്ങൾ കൂടുതൽ ദാനധർമ്മം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. അപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞ പണിയെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അള്ളാൻ്റെ റസൂല് പറഞ്ഞതല്ലാണ്ട് ഒരു പണി നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ കോയാ എന്നാണ് ആര് പറയണത്? മുജാഹിദ് ബാലുശ്ശേരി പറയണത്. അള്ളാൻ്റെ റസൂലിൻ്റെ അതേ പണി, ആ ഉടായ്പ് പരിപാടി തന്നെയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഹദീസിലും തെളിവായി. സ്വർണം വേണോ സ്വർഗം വേണോ? നമുക്ക് സ്വർഗം മതി എന്ന് പാവപ്പെട്ട മനുഷ്യവിശ്വാസികൾ ഒരങ്ങനെ ചിന്തിക്കൂലേ? എന്ത് പറ്റിയിട്ടാണ് എന്നാലും ചോദിക്കും. അപ്പം ഈ സമയത്താണ് നമ്മൾ പലപ്പോഴും ചോദിക്കുക, മുഹമ്മദ് നബീൻ്റെ മദീനയിൽ എന്തായിരുന്നു മൂപ്പരെ പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു ഓടും. അപ്പോൾ ഇതേപോലെ മുജാഹിദ് ബാലുശ്ശേരി ജീവിച്ച പോലുള്ള ജീവിതമായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ മൊയ്ലിയാമാരും മുല്ലാക്കന്മാരും ജീവിച്ച ജീവിതമാണ്. കണ്ടവൻ്റെ പൈസ ഓരോന്ന് പറഞ്ഞിട്ട് അവരെ പറ്റിച്ചിട്ട് ഉണ്ടാക്കുക. പിന്നെ സ്ഥിരം മറ്റേ ഗോത്രം കൊള്ളടിച്ചിട്ട്, ഇതാണ് മൂപ്പര ബിസിനസ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മതം വിൽക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ. അത് നമ്മൾ അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ച പരിപാടിയാണ്. നമ്മളെ വിറ്റിട്ട് എങ്ങനെയെങ്കിലും വറ്റിപ്പയപ്പല്ലേ എന്നുള്ള രീതിയിൽ പോകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പം പല വ്യത്യസ്തമായ രീതിയിലുള്ള സമര രീതികൾ ഉണ്ടാവാം. അതിൽ ഒരു സമര രീതി എടുത്തപ്പോൾ അതിൽ മതം എങ്ങനെ വിൽക്കാൻ പറ്റും എന്ന് ശ്രമിച്ചതിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മളിതുപോലെ പ്രതിഷേധങ്ങൾ നമ്മൾ ലോക ശ്രദ്ധ ആകർഷിക്കാൻ, സമൂഹത്തിൻ്റെ അറ്റൻഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ആ ഇഷ്യൂ പിന്നെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായ രീതിയിലുണ്ട്. ഇപ്പോൾ മണിപ്പൂരിൽ സൈനികർ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിനെതിരെ
നടന്ന പ്രതിഷേധത്തിൽ അത്തരത്തിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സമര രീതിയായിരുന്നു. എന്താണ്, ഇന്ത്യൻ ആർമി റേപ്പസ് എന്നും ഇന്ത്യൻ ആർമി ടേക്ക് അവർ ഫ്ലഷ് എന്ന് എഴുതിയിട്ട് ബാനറുമായിട്ട് കൂട്ടമായിട്ട് നഗ്നമായിട്ട് ആസാം റൈഫിൾസിനെതിരെ മാർച്ച് നടത്തിയിട്ടുള്ളൊരു സമരം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഡിഫറെൻ്റായിട്ട് സമര രീതികളുണ്ടാവും. ലോക ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സാധനമാണ്. പക്ഷേ ഇവിടെ മതവ്യാളികൾ അതിലെ മതത്തിൽ എങ്ങനെ അത് എടുത്തിട്ട് എൻകാഷ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ മതം എങ്ങനെ ആളുകളുടെ തലയിലേക്ക് ഇടിച്ചു കയറ്റാം, അവരുടെ ഒരു ബയാസിന് അനുയോജ്യമായ രീതിയിൽ അതിന് നരേറ്റീവ്സ് എങ്ങനെ വയ്ക്കാം എന്നുള്ളതാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പർദ്ദയെക്കുറിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായം പറയാം. പർദ്ദ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്നവർക്കൊക്കെ സ്വമേധയാ പർദ്ദ ഇട്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. അതിൽ ജെൻഡർ വ്യത്യാസം പോലും ഉണ്ടാകാൻ പാടില്ല. ഏത് ജെൻഡറിൽ വരുന്ന ആൾക്കും പർദ്ദ ധരിക്കാൻ പറ്റണം. അവർക്ക് താല്പര്യമുള്ള കംഫർട്ടും ഉണ്ടെങ്കിൽ അതേസമയം പർദ്ദ ഇടാനോ അല്ലെങ്കിൽ അത്തരം വേഷങ്ങൾ ധരിക്കാനോ ജനന സമയത്തെ ശരീരത്തിലെ ലൈംഗിക അവയവം നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിവ് കാണിച്ചിട്ട് ഏതെങ്കിലും ലിംഗത്തിൽ പിറന്നുപോയതുകൊണ്ട് മാത്രം മേലിൽ മതപരമായോ സാമൂഹികപരമായോ നിർബന്ധിച്ചോ ഭയപ്പെടുത്തിയിട്ടോ മറ്റോ പർദ്ദ ധരിപ്പിക്കുന്ന ആ ഒരു പ്രവണതയാണ് ഇവിടെ എതിർക്കുന്നത്. അത്തരം നിർബന്ധങ്ങൾക്കെതിരാണ് ഞങ്ങൾ നടത്തുന്ന പ്രചാരണങ്ങൾ പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ. ഇപ്പോൾ ഇസ്ലാമിൽ മുന്നോട്ട് വയ്ക്കുന്ന പർദ്ദ തങ്ങളുടെ പുരുഷ മേധാവിത്വം, അതായത് മെയിൽ ഷോവനിസ്റ്റ് സമീപനം ആണ് അതിൽ കൂടുതലുള്ളത്. അതായത് നമ്മളെ സ്ത്രീകളെ, കുറച്ച് മനുഷ്യരെ അവരുടെ ഇരുട്ടറകളിലേക്ക് അവരുടെ പൊതുസമൂഹത്തിലുള്ള ഐഡൻറ്റിറ്റി പോലും മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നൊരു മതവസ്ത്രമായിട്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്നതാണെങ്കിൽ അതൊരു ചോയ്സായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതൊരു ചോയ്സ് പോലുമല്ല. ചോയ്സ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് എടുക്കാൻ പറ്റണം. മതം അങ്ങനൊരു ചോയ്സ് കൊടുക്കുന്നില്ല. അതിനെതിരെയാണ് ഈ വിമർശനം വയ്ക്കുന്നത്. ചോയ്സ് എന്നൊരു സാധനം പോലെ ഇതിലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയ പ്രായത്തിലെ ഈ തലയിലേക്ക് ഈ പറഞ്ഞ ദൈവം കോപിക്കും, നിൻ്റെ മുടീൻ്റെ ഒരു തലപ്പ് കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് നരകത്തിലിടുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അങ്ങനെ തന്നെ വളർത്തി ആ ഒരു കംഫർട്ട് സോണിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതേപോലുള്ള ചാക്കിൽ കയറ്റുന്ന സാധനം അതിനെ ഒരിക്കലും നമുക്ക് ഒരു ചോയ്സായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ പർദ്ദ എന്നല്ല നമ്മൾ സാധാരണ പറയുക. അത് നമ്മളെന്ത് പറയും, 6-ാം നൂറ്റാണ്ടിലെ ചാക്ക് തന്നെയാണെന്ന് പറയും. എന്നിട്ട് ഈ സാധാരണ ആളുകൾ ഇതിന് വിമർശനം വയ്ക്കുമ്പോൾ അതിന് ഡിഫൻസായിട്ട് വരും. ഇതൊരു ചോയ്സാണ്, ഇഷ്ടമുള്ള ആളുകൾക്ക് അത് സ്വീകരിക്കാവുന്ന. അത് നമ്മൾ മെസാമീനി ഇറാനിൽ ചോയ്സായിട്ട് നമ്മൾ കണ്ടതാണ്, മുടിയുടെ തലപ്പ് കണ്ടതിൻ്റെ പേരിൽ. ഇത് പല രാജ്യങ്ങളിലും ഇന്ന് ഇസ്ലാമിൻ്റെ 100% മുസ്ലിങ്ങളുള്ള പല രാജ്യങ്ങളിലും ഈ സാധനങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ മതങ്ങളിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഈ പഴയ സാധനമൊക്കെ എടുത്ത് കളഞ്ഞു തുടങ്ങി പല രാജ്യങ്ങളിലും. ഈ സോക്കോൾഡ് നമ്മളെ ഇസ്ലാമിൻ്റെ ഈറ്റില്ലമായ സൗദി അറേബ്യയിൽ പോലും ഇതിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ സാധനം അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതിൻ്റെ ഒരു മഹബ് പറഞ്ഞ് അതിൽ മതം വിറ്റ് ആളുകളെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ചെയ്യുന്ന പരിപാടിയാണ് ഈ അബ്ദുള്ള ബാസിലാണെങ്കിലും ഈ പറഞ്ഞ വഹാബ് സക്കാഫി ആണെങ്കിലും മുബാറക് റാവുത്തർ കുത്തിത്തിരിപ്പനാണെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചോയ്സ് എടുക്കാനുള്ള സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ഒരാൾ പർദ്ദ ധരിക്കും. ഇനി പർദ്ദ കാണുമ്പം തന്നെ ഹാലിളകുന്ന ആളുകൾ വേറെയുണ്ട് കേട്ടോ. പർദ്ദ എന്ന് പറഞ്ഞ വസ്ത്രം കാണുമ്പം തന്നെ ഹാലിളകുന്ന ഒരു സാധനം. അത് ഇന്ന വസ്ത്രം കാണുമ്പം തന്നെ ഒരു ഇറിറ്റേഷൻ വരുന്ന ആ ഇറിറ്റേഷൻ അതിനെക്കുറിച്ചല്ല ഈ പറഞ്ഞ പർദ്ദയ്ക്കെതിരെയുള്ള ഈ ഹിജാബിനെതിരെയുള്ള വിമർശനങ്ങളൊക്കെ. പലപ്പോഴും അങ്ങനെ പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങളില്ല എന്നുള്ളത് ഇവിടെ പ്രത്യേകം പറയുക തന്നെ ചെയ്യുകയാണ്. ആധുനിക സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ ലോകത്ത് ഏതൊരു ലിംഗവ്യത്യാസവും ഇല്ലാതെ ഏതൊരു വ്യക്തിക്കും അവരാഗ്രഹിക്കുന്നെങ്കിൽ ഒറ്റയ്ക്കോ അല്ലാതെയോ നിർഭയമായിട്ട് ഒരു ഭയമില്ലാതെ അവരുടെ ചോയ്സുകൾക്കും ആഗ്രഹങ്ങളും എക്സ്പ്ലോർ ചെയ്യാനും അവകാശങ്ങളും അധികാരമുള്ള ഒരു ലോകക്രമം അതാണ് ഉണ്ടായി വരേണ്ടത്. അവിടെ സാന്ദ്ര തോമസിന് പർദ്ദ ഇടണം തോന്നിക്കഴിഞ്ഞാൽ ഇടാനും പറ്റണം, പർദ്ദ അയച്ചു വെക്കണം തോന്നിക്കഴിഞ്ഞാൽ അയച്ചു വെക്കാനും പറ്റണം. എന്നാൽ ഇസ്ലാമിസ്റ്റുകൾ ഇന്നും ഇതുപോലെ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ
ദർസുകളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കർമ്മശാസ്ത്ര പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, സ്വന്തം ഉമ്മയും ബാപ്പയും മരിച്ചാൽ പോലും അത് കാണാൻ പോകാൻ ഭർത്താവിൻ്റെ സമ്മതം ഇല്ലാണ്ട് വീടിൻ്റെ പുറത്തേക്ക് പോകാനുള്ള അവകാശം പോലും ഇല്ല. ഇനി അവർ ഇറങ്ങിയാൽ തന്നെ അവർക്ക് പിന്നെ ചെലവിന് കൊടുക്കാതിരിക്കാനും ആ വിവാഹബന്ധം, ആ ബന്ധം തന്നെ ഇല്ലാതാക്കാനുള്ള ഭർത്താവിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള അധികാരമുള്ള ഒരു ലോകക്രമമാണ് എന്ത് പ്രമാണങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനമെന്ന് പറഞ്ഞാൽ. ആ പർദ്ദയല്ല സാന്ദ്ര ഇട്ട പർദ്ദ. സാന്ദ്ര ഇവിടെ ഇട്ടത് എന്താണ്, ഒരു പ്രതിഷേധം എന്നുള്ള നിലക്കാണ്, സ്വയം തിരഞ്ഞെടുത്തതാണ്. ആ വ്യത്യാസം ഇവർക്ക് മനസ്സിലാവില്ല, കാരണം മതം വിൽക്കുന്ന തിരക്കിലാണ്. അല്ലാതെ നരകത്തിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ്ങൊക്കെ ഇട്ടിട്ട് ഉസ്താദുമാർ ഇങ്ങനെ പ്രഭാഷണം നടത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അതിലിങ്ങനെ തല മൂടി കെട്ടിയിട്ട് ഇങ്ങനെ നരകത്തിലൊരു മുടി കണ്ടാൽ അത് അപ്പം പിടിച്ചെടുത്ത് തീയിലിട്ടിട്ട് വറുത്ത് പൊരിച്ചെടുത്തിട്ട് ഫ്രൈഡ് റൈസ് ആക്കുമെന്ന് പറഞ്ഞിട്ടുള്ള അള്ളാൻ്റെ ആ ഭീഷണി വെച്ചിട്ടുള്ള സാധനമല്ല അത്. അല്ലെങ്കിൽ ഈ ഓൺലൈനിൽ വരുന്ന സൈബർ ആങ്ങളമാരുണ്ടല്ലോ, അവരുടെ വെർബൽ അബ്യൂസ്, വെർബൽ റേപ്പ് ഭയന്നിട്ട് റോട്ടിലിറങ്ങുമ്പോൾ റാൻഡമായിട്ടുള്ള ഏതെങ്കിലും ഒരു അമ്മാവ് വന്നിട്ട് ചോദിക്കും, മോളെ ആ തട്ടെടുത്തൊന്ന് തലയിലേക്കിട്ടെ എന്ന് പറയുന്ന അമ്മാവന്മാർ ഉണ്ടാക്കുന്ന ആ ഇതിൻ്റെ പേരിലുണ്ടാക്കുന്ന പർദ്ദനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അതല്ല സാന്ദ്ര ഇട്ട പർദ്ദ. ഈ കാരണം കൊണ്ട് മുസ്ലിം സമുദായത്തിലുള്ള ഒരുപാട് സ്ത്രീകൾ ഈ ചാക്കിൽ കയറേണ്ട, ഈ ഭയപ്പെടുത്തിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറേണ്ട ഒരവസ്ഥയുണ്ട്. അത് 4-ാമത്തെ 5-ാമത്തെ വയസ്സ് തുടങ്ങിയിട്ട് മദ്രസയെ കൊണ്ട് ചേർത്തി അന്ന് മുതൽ അത് ചെറിയ കുട്ടികളെ വെച്ചിട്ട് പോലും, നമ്മളെ പണ്ട് മുജാഹിദ് ബാലുശ്ശേരി ഒരു കുഞ്ഞിനെ മൂപ്പര് കണ്ടു, എന്ത് കൈയില്ലാത്ത ഒരു ഉടുപ്പിട്ട ചെറിയ 4 വയസ്സ് 5 വയസ്സുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു വൃത്തികെട്ട ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ആ പറഞ്ഞ ആളുകളുടെ മുമ്പിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഇട്ടുവിട്ട് പോകേണ്ടി വരും. കാരണം യുവന്മാരുടെയൊക്കെ മനസ്സിൽ ഈ ജാതി സാധനമാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഈ പറഞ്ഞ ചെറിയ കുട്ടികളെ കണ്ടാൽ പോലും, കുട്ടികൾക്ക് പോലും ഇങ്ങനത്തെ വസ്ത്രം ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ റേപ്പ് ചെയ്യപ്പെടുന്നു എന്ന് പ്രസംഗിക്കുന്നവൻ്റെ മുമ്പിലേക്ക് ചിലപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് പോകേണ്ടി വരും. കാരണം അവനെപ്പോലുള്ള ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്. അവൻ്റെ മുമ്പിലേക്ക് നമ്മൾ ചിലപ്പോൾ പറഞ്ഞിട്ട് പറഞ്ഞേക്കേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ അപകടം ചെയ്യും. ജാതി ചിന്തയാണല്ലോ അവൻ്റെയൊക്കെ ഉള്ളിലുള്ളത്. അത് പല സ്ത്രീകളും സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള പല കമൻറ്റുകളിലൊക്കെ ഈ സാധനം കാണാം. ഈ പറഞ്ഞ ഉസ്താദുമാരൊക്കെ കാണാൻ പോകുമ്പോൾ ഈ പർദ്ദയൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ് നല്ലത്. നമ്മൾ വണ്ടിമേ പോകുമ്പോൾ, 2 വീലറിലൊക്കെ പോകുമ്പോൾ ഹെൽമെറ്റ് ഇടുന്ന പോലെ, ഹെൽമെറ്റ് നമ്മൾ എപ്പോഴും ഇട്ട് നടക്കില്ലല്ലോ, ഉസ്താദുമാരെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൊറോണ ഉള്ള സമയത്ത് മാസ്ക് ഇട്ടുന്നൊക്കെ പോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഇട്ട് പോകേണ്ടി വരും ചിലപ്പോൾ. ഇവരൊക്കെയാണ് സ്വന്തം, അതായത് മൊറാലിറ്റി അങ്ങ് മൂത്തിട്ട് ദൈവത്തിനെ ഭയന്നിട്ട് ദൈവത്തിൻ്റെ CCTV ഫുൾ ടൈം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ധാർമ്മികത മതം ഇല്ലെങ്കിൽ ഉണ്ടാവില്ലെന്നും പറഞ്ഞിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ഇതുപോലുള്ള സാധനങ്ങൾ ചെയ്യുന്നത് നോക്കണം, ഈ ദർസുകളിലും മദ്രസകളിലൊക്കെ. അതാണ് അതിലുള്ള വിമർശനം. അല്ലാണ്ട് മതം പഠിപ്പിച്ചു എന്നുള്ള വിമർശനം ശരിക്കും മദ്രസ പീഡനങ്ങളിൽ ഞാൻ വെക്കാറില്ല. അപ്പോൾ അവിടെ പ്രതിഷേധമായിട്ട് മദ്രസയിൽ പോകുന്ന ഒരു ആൺകുട്ടി പർദ്ദയിട്ട് പോയാലും സംഭവം സൂപ്പറാണ്. കാരണം ഈ പീഡനം അനുഭവിക്കുന്ന ഒരു ആൺകുട്ടി മദ്രസയിൽ പോകുമ്പോൾ ഉസ്താദിന് ഈ ചിന്ത വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൺകുട്ടിയും പർദ്ദയിട്ട് പോയാൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാവുന്ന സാധനമാണ്. അത് പർദ്ദ എന്ന് പറയുമ്പോൾ ഈ ഹിജാബ് എന്ന് പറയുമ്പോൾ ഈ മുഖം മറയ്ക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ, അത് നിക്കാബ് എന്ന് പറഞ്ഞ സാധനം. അത് ഒരു സമൂഹത്തിലൊരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. ഒരു അക്രമം നടത്തി കഴിഞ്ഞാൽ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും, ഒരു ക്രിമിനൽ ആരാണെന്ന് പോലും മനസ്സിലാവില്ല. അത് ക്രിമിനലുകൾക്ക് പോലും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൂപ്പോളാണ്. അതിനെക്കുറിച്ചല്ല പറയുന്നത് കേട്ടോ. ഈ വിഷയത്തിൽ ഉസ്താദുമാർ, നമ്മൾ ഒരു എക്സാമ്പിൾ ഇവിടെ വയ്ക്കാം. സിറാജുദ്ദീൻ കാസിമി എങ്ങനെയാണ് വിശ്വാസികളെ ഈ പറഞ്ഞ സാധനം പഠിപ്പിക്കുന്നത്? ഇവിടെ ഇത് നോക്കുക, ചോയ്സ് ആണോ
നിർബന്ധമാണോ എന്നുള്ളത്. ഉസ്താദന്മാര് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് മക്കളെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ, 5 നേരം നിസ്കരിക്കണേ, ധിക്കാരമൊക്കെ മാറ്റണേ, മോനെ ഔറത്ത് മറച്ച് നടക്കണേ, പെങ്ങളെ ശരീരം ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കരുത്, മോളെ നിന്റെ തലമുടി പോലും ഔറത്താണ്, നിന്റെ ശബ്ദം പോലും ഔറത്താണ്, അതുകൊണ്ടാണ് നീ മറ്റൊരന്യ പുരുഷനോട് സലാം പോലും പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ, പെണ്ണേ നിന്റെ തലയിലെ ഒരു രോമം നീ പുറത്തു കാണിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തെ നരകത്തിന്റെ തൊപ്പി അല്ലാഹു നിന്റെ തലയിലേക്ക് ധരിപ്പിക്കുകയാ. പെങ്ങളെ നരകത്തിലധികവും പെണ്ണുങ്ങളാ, സൂക്ഷിക്കണേ എന്ന് ഉസ്താദന്മാര് പറയുമ്പോ ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ വീട്ടിലെ തീയുണ്ടല്ലോ അതിന്റെ 70 പടച്ചവന് നരകത്തിലെ തീയുടെ 70-ലൊരംശമാണ് നായി ദുനിയാവിൽ കാണുന്ന തീയ്. ഇതിനെ കുറിച്ചൊക്കെ ഇന്നത്തെ യുവതലമുറയോട് പറഞ്ഞ അവർക്ക് വിശ്വാസം വരുന്നില്ലടോ. അവര് ചോദിക്കുന്നു, എന്തൊരു തള്ളലാ ഉസ്താദേ, നരകത്തിലെ തീയുടെ 70-ലൊരംശമാണ് ദുനിയാവിലെ തീ എന്നൊക്കെ പറയുന്നല്ലോ. അല്ലാഹുവേ നമ്മളെ പരിഹസിക്കുകയാണ്. ഇന്നത്തെ യുവതലമുറയ്ക്ക് വിശ്വാസമില്ലടോ. എങ്ങനെ ഉണ്ടാവും? ലേശം ബുദ്ധിയും ബോധവും വിദ്യാഭ്യാസവും ഉണ്ടായ ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞത് തള്ളായിട്ട് തന്നെ തോന്നും. മനസ്സിലായില്ലേ? അതിനിങ്ങനെ കിടന്നിങ്ങനെ ഈണത്തിൽ കരഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു ഈണത്തിലുള്ള കരച്ചിൽ മാത്രം. ഇതേപോലുള്ള ഭീഷണികൾ പല രൂപത്തിലാണ് ഈ പറഞ്ഞ മത പണ്ഡിതന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ തലയിൽ മറ്റേത് വെക്കിട, എൻ്റെ തലയിൽ തൊപ്പി വയ്ക്കുക, തൊപ്പീൻ്റെ മുകളിൽ തീയിടും, തീയിൻ്റെ മുകളിൽ കനലിടും, കനലിൻ്റെ മുകളിൽ തേളും എന്നൊക്കെ പറഞ്ഞിട്ട് ജാതി തള്ള്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, എന്ത് തള്ളടയെന്ന് ചോദിക്കൂലേ? സ്വാഭാവികമാണ്. ഇപ്പോൾ ചില ആൾക്കാർ ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ പറയാതിരിക്കും. ഇപ്പോൾ ഭയങ്കര ചൂടാണ്, പർദ്ദ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ അവർ എങ്ങനെയെങ്കിലും അതിനൊരു താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടും ഈ പറഞ്ഞ കാസിമി ുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കുക. ഇന്ന് നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, 15,15,00,000 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല. എന്നാ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ അല്ലാഹു ഈ സൂര്യനെ അങ്ങ് താഴ്ത്തുകയാണ്. സിറാജിന്റെ തലയുടെ ഒരു ചാണ് മുകളിലാ. ഓരോ മനുഷ്യന്റെയും തലയുടെ ഒരു ചാണ് മുകളിലേക്ക് അല്ലാഹു ഈ സൂര്യനെ അങ്ങ് താഴ്ത്തുമ്പോ ഇതൊന്നും ഒരു ചൂടല്ലടോ, ഇതൊന്നും ഒരു വിയർപ്പല്ലടോ. ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ സങ്കടം പെടുന്ന പെങ്ങളെ ചൂടാണ് ചൂടാണെന്ന് പറയുന്ന ഉമ്മ, ഇതൊക്കെ ഒരു ചൂടാണോ ഉമ്മ? അതൊക്കെ എവിടെയാണെന്നറിയോ? ചൂട് എവിടെയാണെന്നറിയോ? വിയർപ്പ് എവിടെയാണെന്നറിയുവോ? ചൂടുള്ള നാളുണ്ടേ കിയാമം നാളാ. കരയാണോ പേടിപ്പിക്കുകയാണോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നേരത്തെ ഉസ്താദ് പറഞ്ഞ മാതിരി ജയിച്ചാതി തള്ളാടോ എന്ന് പറഞ്ഞോ. സൂര്യനെ ഇവിടെ ഇങ്ങനെ ഒരു ചാണ് മുകളിൽ സൂര്യൻ, പണ്ട് മുഹമ്മദിന് സൂര്യൻ എന്താണെന്നുള്ളതിന് ധാരണയില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ ഒരു ചാണ് മുകളിൽ സൂര്യനെ കൊണ്ടുപോയി നിർത്തിയിട്ടുള്ള ചെമ്പിൻ്റെ തറയുള്ള പരലോകത്ത് നിർത്തുന്ന പരിപാടി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ ലേശം സ്കൂളിൽ പോയ ആൾക്കാർ തന്നെ ചോദിക്കും, എന്ത് തള്ളാടേന്ന് ചോദിക്കും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു സാധനം. ഇതിങ്ങനെ ഒരു ചോയ്സ് ആവുന്നത്. ഈ സാധനം എടുത്തിട്ട് ഈ പ്രസംഗത്തിൽ തന്നെ ഇയാൾ പറയുന്നുണ്ട്, ഈ വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങളും കുറ്റക്കാരാണെന്ന്. എന്നിട്ട് അങ്ങനത്തെ തന്തമാരും ആങ്ങളമാരും വന്നിട്ടാണ് അവരെ പേടിച്ചിട്ട്, അങ്ങനത്തെ ഭർത്താക്കന്മാരെ പേടിച്ചിട്ടാണ് പലപ്പോഴും പലരും ഈ സാധനം ഇടുന്നത്. എന്നിട്ട് പറയുന്നത് ഇത് ചോയ്സാണെന്ന്. സാന്ദ്ര ഇട്ടത് ചോയ്സാണ്. ഇത് ചോയ്സ് അല്ല, ഇത് ചാക്ക് കയറുന്ന പരിപാടിയാണ്. സാന്ദ്രയുടെ പർദ്ദയല്ല ഇസ്ലാമിസ്റ്റുകളുടെ ചാക്ക് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇതേപോലെ സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും
ഇതുപോലെ അതിക്രമങ്ങൾ ഇവരുടെ സ്ഥാപനങ്ങൾ നടത്തുന്നവരോ അവിടെയുള്ള സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നോ ഒക്കെ നേരിടുമ്പോൾ ഇവർ കൈകാര്യം ചെയ്യുന്ന രീതി എങ്ങനെയാണ്? പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ AP ഉസ്താദിൻ്റെ സ്വന്തം അനുചരൻ, അവർ നടത്തുന്ന സ്ഥാപനത്തിൽ ഒരു LKG വിദ്യാർത്ഥിനി ഇതേപോലെ പീഡനത്തിന് ഇരയായി. അവിടെ ഈ പറഞ്ഞ പുരോഹിതന്മാരെങ്ങനെയാണ് നേരിട്ടത്? ഈ സംഭവം മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ സ്ഥാപനമായിട്ടുള്ള സിറാജുൽ ഹുദ എന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു സീനിയർ വിദ്യാർത്ഥിയാണ് ഇത് ചെയ്തതെന്ന് കണ്ടെത്തിയപ്പോൾ ഈ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വ്യാളികൾ എന്താ ചെയ്തത്? ആ പെൺകുട്ടിയുടെ പേരിൽ പച്ചപരാധം ഉണ്ടാക്കിയിട്ട് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പെൺകുട്ടിയെ സ്ലഡ് ഷെയിമും വിക്ടിം ഷെയിമിങ്ങും നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് അതിൻ്റെ ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം. ഈ കുട്ടി ബലൂൺ ഇങ്ങനെ ഊതി പൊക്കിയിട്ട് ആ ബലൂൺ കൊണ്ട് ലൈംഗികാവയവത്തിന്റെ അടുത്ത് ഇങ്ങനെ അടിച്ചു കളിക്കുന്നത് ഉമ്മ കണ്ടുപോയി. അപ്പൊ ഉമ്മ ചോദിച്ചു, നീ എന്താ കളിക്കുന്നത്? എന്താ ഇവിടെ സംഭവിച്ചത്? എനിക്കെന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ചിട്ട് അടിക്കുന്നതിനെ ഭീഷണിപ്പെടുത്തിയപ്പോ ഈ കുട്ടി ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു അല്ലേ എന്നാണ് ഉമ്മാന്റെ വിശദീകരണം. ഈ കുട്ടിക്ക് ഈ ഇക്കളിയെല്ലാം കളിച്ചിട്ട് പിന്നെയും ഈ ബലൂൺ കൊണ്ട് അടിക്കാനുള്ള ഒരു പ്രചോദനം എടുത്താൽ കിട്ടിയത് എനിക്ക് മനസ്സിലാകുന്നില്ല. എവിടെയെങ്കിലും അടിച്ചല്ലേ പറയുന്നത്? ഇനി എല്ലാം തുറന്നു പറയല, എല്ലാം തുറന്ന് പറയല. ഇനി അങ്ങോട്ട് ആ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന രീതിയിലാണ് ഈ വൃത്തികെട്ടവന്മാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഇവരുടെ ആൾക്കാരപ്പം വന്നിട്ട് സംരക്ഷണം എന്ന് പറഞ്ഞ് വരുന്നത്. ഇതേപോലെ കുട്ടികളെ പറ്റിയിട്ട് വേറൊരു വൃത്തികേട് പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാധനം കൂടെ ഒന്ന് കേൾപ്പിക്കാം. ബലാത്സംഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ മനഃശാസ്ത്രജ്ഞരും പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്കറിയോ 5 വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകള്, അതായത് ആധുനിക ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചു വെളുത്ത പെണ്ണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഇടും. ഇന്ന് മക്കളെയൊക്കെ എടുത്തിട്ടൊരു സ്ത്രീ ട്രെയിനില്, ഞാൻ പറയുന്നത് നിങ്ങൾ സയൻസ് പറയുന്നത് പഠിക്കണം. എന്താ ഈ കൈത്തണ്ടയൊക്കെ കാണിച്ച് കക്ഷമൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചിട്ടൊരു പെണ്ണ് പുരുഷനെ പറ്റി പഠിച്ചിട്ട് പറയുന്നത് അവന്റെ ഹോർമോൺ സ്ത്രീയേക്കാൾ 10 ഇരട്ടി ഉയർന്നു നിൽക്കും. ആ ഹോർമോൺ ഹൈയിലേക്കെത്തി എങ്ങനെ അറിയോ? കാഴ്ച കാണും തോറുമാണ്, സ്ത്രീയുടെ സൗന്ദര്യം കാണും തോറുമാണ്. അത് കാണും തോറും വികാരത്തിന്റെ സമ്മിറ്റിലേക്ക് അവനെത്തും. അങ്ങനെ എത്തുമ്പോ പിന്നെ അവനൊരു വികാര ജീവിയാണ്. അവന്റെ വിവേകം ബ്രെയിനിന് നഷ്ടപ്പെടും. പിന്നെ അവനോട് പറയുന്ന മെസ്സേജ് എന്നറിയോ? 5 വയസ്സുള്ള പെൺകുട്ടിയെ പറ്റി അവന്റെ മനസ്സിലെന്നറിയോ? പെണ്ണേ, എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് നീ. അതുകൊണ്ടാ പിടിച്ചുകൊണ്ട് അധ്യാപകർ വരെ കുട്ടികളെ പിടിക്കുന്നത്. എന്തുകൊണ്ടാ? നിങ്ങൾ ശരിക്കും, ഞാൻ ആരെയും നിരപരാധിയാക്കല്ല, നമ്മുടെ മക്കളെ നമ്മൾ ഇടിയിക്കുന്ന. ഇനി വേറൊന്നും, ഇതാണ് ഇതുപോലുള്ള വേട്ടാവളിയന്മാർ പറഞ്ഞുകൊണ്ട് നടക്കണം. ഇവരുടെ മനസ്സിലിങ്ങനെ ആയിരിക്കും ഇതൊക്കെ കാണുന്നത്. ഇവരിങ്ങനെ ആയിരിക്കും കുട്ടികളെ പോലും കാണുന്നത്. ഇവരുടെ മുമ്പിലേക്ക്, അതാ നേരത്തെ പറഞ്ഞത്, ഇവരുടെ മുമ്പിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കുട്ടികളൊക്കെ ഇതേപോലെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. മനസ്സിലായല്ലേ? ഇവരിങ്ങനെയാണ് കാണുന്നത്. എന്നിട്ട് അതിന് സയൻസ് പറയുന്നത് കേൾക്കണം. അതായത് അവിടെ പോലും ആ പറഞ്ഞ കുട്ടിക്കും ആ പറഞ്ഞ അമ്മയ്ക്കുമാണ് കുറ്റം. ആ ചെയ്യുന്ന ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കല്ല കുറ്റം. അവർ വികാര ജീവിയായിപ്പോയി. ഞാനൊരു വികാര ജീവിയാണ് എന്ന് പണ്ട് നമ്മളെ KP-മാരൊക്കെ പറഞ്ഞ പോലെ. അങ്ങനെ വികാര ജീവികളായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, ഒന്ന് വൃത്തികേടല്ലേ. അവർ ലൈനാണ്. ഇങ്ങനെയാണ് ഇവർ ഈ സാധനത്തിനെ സമീപിക്കുന്നതും. ഇതേപോലെ ഇവരുടെ സ്ഥാപനങ്ങളിൽ ഇതുപോലുള്ള വൃത്തികേടുകൾ നടന്നു കഴിഞ്ഞാൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതൊക്കെ വിക്ടിം ഷെയ്മിങ് നടത്തിയിട്ടാണ്. അവരുടെ കുറ്റമാണ്, വിക്ടിമിൻ്റെ കുറ്റമാണ്, അതിൽ ബാധിക്കപ്പെട്ടവരുടെ കുറ്റമാണ്. ബാക്കിയുള്ളവരുടെതൊന്നും പ്രശ്നമല്ല. ബാക്കിയുള്ളതൊക്കെ വികാരജീവികൾ, നൈമിഷിക കാര്യങ്ങളിൽ ചെയ്തു പോയി, പറ്റിപ്പോയി എന്നൊരു ലൈനാണ് പിടിക്കുന്നത്. ഇവിടെ മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞൊരു സ്ത്രീ കുട്ടികൾ അവരുടെ ചോയ്സ് ആയിട്ട് എടുത്ത് അണിയുന്നതല്ല ഈ പർദ്ദയൊന്നും, അണിയേണ്ടി വരുന്നതാണ്. അതായത് ഇസ്ലാം അണിയിപ്പിക്കുന്നതാണത്. പുരുഷനാണ് അത് ചെയ്യിപ്പിക്കുന്നത് ആ വീട്ടിലുള്ള. ഇവിടെ വിമർശനം, ഈ പറഞ്ഞ പർദ്ദയ്ക്കെതിരെയുള്ള വിമർശനം എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അത് ചോയ്സ് ആണെന്ന് പറഞ്ഞിട്ട് അടിച്ചേൽപ്പിച്ചിട്ടുള്ള സാധനത്തിന് നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. അതാണ് വ്യത്യാസം. ഇവിടെ സാന്ദ്ര പർദ്ദയിട്ടാൽ
അത് ചോയ്സും ഒരു മുസ്ലിം കുടുംബത്തിലുള്ള ഒരു സ്ത്രീ ഇട്ട് കഴിഞ്ഞാൽ അത് ചാക്കും ആവുന്നത് എങ്ങനെയാണെന്ന ചോദ്യത്തിന് ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പി കെ ഫിറോസിൻ്റെ തൻ്റെ മകളുടെ കൂടെയുള്ള ഫോട്ടോ ആണ്. ഇത് സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഉടൻ തന്നെ മൂപ്പരങ്ങ് സ്പേസിലേക്ക് അങ്ങ് പോയി, എയറിലങ്ങ് പോയി, ബഹിരാകാശത്ത് സിദ്റത്തുൽ മുൻതഹ മറ്റേ അരുവിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ എന്താ ഉയരങ്ങളിൽ എങ്ങനെ എത്തിയത്? നമ്മുടെ ആങ്ങളമാരും നമ്മുടെ സഹോദരന്മാരും വലിയന്മാരും എല്ലാവരും കൂടെ അങ്ങ് ഇടപെട്ട് അങ്ങോട്ട് ഒരൊറ്റ പോക്ക്. ആ പവറിൽ അത്ര എനർജിയിലാണ് മൂപ്പരങ്ങോട്ട് പോയത് എയറിൽ. എന്നിട്ട് എന്ത് ചെയ്യേണ്ടി വന്നു? അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അവസാനം. അപ്പോഴാണ് എന്നിട്ട് ആ എനർജി അങ്ങോട്ട് കുറഞ്ഞത്. ഇത് ചോയ്സ് ആയിരുന്നോ? ഫിറോസിൻ്റെ മോക്കും ചോയ്സ് ആയിരുന്നോ? അതേപോലെ മറ്റൊരു എക്സാമ്പിൾ, കാശ്മീരിലേക്ക് സൈക്കിൾ ഓടിച്ചു പോയ സെഹല പരപ്പൻ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ആര്? പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. ഫിറോസ് എത്തിയതിനേക്കാളും മുകളിലേക്കാണ് മൂപ്പര് പോയത് എയറിൽ. കാരണം എന്താണ്? മലയാളികളുള്ള ഇസ്ലാമിസ്റ്റുകൾ ഇതേപോലെ മതം അങ്ങനെ പേറി നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓരങ്ങ് വന്നിട്ട് സൈബർ ബുള്ളിങ് ആയിരുന്നു മൊത്തം. അതിലെല്ലാ പണ്ഡിതന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട്, മനസ്സിലല്ലേ? തങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാർ ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുക, അതൊക്കെ ശരിയാണ് എന്നും പറഞ്ഞിട്ട് അവിടെ ആ പറഞ്ഞ ആൾക്ക് ചോയ്സ്, ഈ പറഞ്ഞ ആളുകൾക്ക് ചോയ്സ് അല്ലാതായി മാറുകയാണ്. ഇത് മുസ്ലിം കുടുംബത്തിൽ പിറന്നു വീഴുന്ന പെൺകുട്ടികൾ നേരിടുന്ന ഒരു പ്രത്യേക ഒരു പ്രോബ്ലമാണത്. അതിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടെയാണിത്. ഈ ഡിവോഴ്സായിട്ടുള്ള സ്ത്രീകൾക്ക് അവർക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കോഴിക്കോട് ബേസ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ബ്രേക്ക് ഫ്രീ സ്റ്റോറീസ് എന്ന പേരിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഡിവോഴ്സി ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചിത്രം ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഷെയർ ചെയ്തപ്പോൾ ആ സമയത്തും ഇതേപോലുള്ള ആങ്ങളമാരുടെ വിളയാട്ടം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾ സ്വയം തീരുമാനം എടുക്കുന്നു, സ്വന്തം കാലിൽ നിൽക്കുന്നു എന്നൊക്കെ ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ഈ പറഞ്ഞ ആങ്ങളമാർക്ക് കുരു പൊട്ടി നാടാകെ നാറ്റിച്ച് പടാരം അടക്കി കളയും. അതുകൊണ്ടല്ല ആണ് എന്ത് പറയുന്നത്, സാന്ദ്ര തോമസ് ഇടുന്നത് പർദ്ദയും ഈ പറഞ്ഞത് ചാക്കുമായിട്ട് 6-ാം നൂറ്റാണ്ടിലെ ചാക്കുമായിട്ട് മാറുന്നത്. മനസ്സിലായില്ലേ? ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ പറയേണ്ടി വരുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ എന്തെങ്കിലും ഒരു സമരത്തിന് എന്തെങ്കിലും ഒരു മാർഗ്ഗം ആരെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ അവിടെ എടുത്തിട്ട് ഈ മതം ഇങ്ങനെ ഇടിച്ച് കയറ്റിയിട്ട് ഈ പറഞ്ഞ സാധനം പറയുമ്പോൾ അവിടെ നമ്മൾ വീണ്ടും സാന്ദ്ര തോമസ് ഇട്ട പർദ്ദയല്ല ഇസ്ലാമിസ്റ്റിൻ്റെ ചാക്ക് എന്ന് പറയേണ്ടി വരുന്നത്. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.